നല്ല മഴയൊക്കെയല്ലേ? മഴയൊക്കെ കണ്ട് കുറച്ച് എല്ലും കപ്പയും തിന്നാലോ? എല്ലും കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ കപ്പയും ബീഫിൻ്റെ എല്ലും കുറച്ച് ബീഫിൻ്റെ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നൊരു വിഭവമാണ് എല്ലും കപ്പയെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു എല്ലും കപ്പയും തിന്നിട്ട് കുറേ നാളായി. അപ്പം മഴയത്ത് എല്ലും കപ്പയും കുറച്ച് കട്ടനൊക്കെ കുടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞ് എല്ലും കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലും കപ്പ ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം കപ്പയെടുത്ത് പൊളിക്കുന്ന കേട്ടോ ഇത് കാണുന്നത്. അമ്മ പൊളിച്ചു, അതമ്മ കൊത്തി അരിയാൻ വേണ്ടിയിട്ട് നിൽക്കലാണ്. അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കപ്പ കൊത്തി നുറുക്കി. എൻ്റെ ഫേവറേറ്റ് ഭക്ഷണങ്ങളിൽ ഒന്നാട്ടോ എല്ലും കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അല്ലാത്തത് എന്നല്ലേ? എന്നാലും എല്ലും കപ്പ എൻ്റെ ഫേവറേറ്റാണ്, പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പോൾ. അപ്പം അമ്മ അങ്ങനെ അത് കൊത്തി അരിഞ്ഞെടുക്കുന്നു. കപ്പ കൊത്തി അരിഞ്ഞതിന് ശേഷം അമ്മ ഒരു തേങ്ങ എടുത്തുകൊണ്ട് വന്ന് അത് പൊതിക്കുമായിരുന്നു. കാരണം നമ്മൾ വറുത്തരച്ചായിരിക്കും കപ്പയും വെക്കുന്നത്. അല്ലാണ്ട് വെക്കുന്നവർ ഉണ്ട് കേട്ടോ, പച്ചക്കരച്ച് വെക്കുന്നത്. പക്ഷെ പച്ചക്കരച്ച് വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വറുത്തരച്ച് വെക്കുന്നത്. അപ്പോൾ തേങ്ങ പൊടിച്ച് കഴിഞ്ഞപ്പം ആ തേങ്ങേൻ്റെ വെള്ളം ഞാനിങ്ങ് വാങ്ങി. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചിരകിയെടുത്തു. അടുത്ത നമ്മുടെ പരിപാടി ബീഫ് മുറിക്കാനുള്ള കത്തീൻ്റെ മൂർച്ച കൂട്ടലാണ്. അപ്പം അത് അരകല്ലെ വെച്ച് മൂർച്ച കൂട്ടുന്നതാണ് ഈ കാണുന്നത്. അപ്പം അത് നന്നായിട്ട് മൂർച്ച കൂട്ടിയെടുത്തിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബീഫ് കിട്ടിയിരുന്നു. അപ്പോൾ ബീഫ് നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ടു. ചെറുതാക്കിയ കഷ്ണങ്ങളാട്ടോ തിന്നാൻ നല്ല സുഖവും. അതിൻ്റെ അകത്താവുമ്പം എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ബീഫ് കഷ്ണങ്ങൾ ചെറുതാക്കി മുറിച്ച് ഇട്ടു. 1 കിലോ എല്ലും കൂടി നമ്മൾ മേടിച്ചിരുന്നു. നല്ല എല്ലായിരുന്നു കേട്ടോ, എല്ലിലും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലും നുറുക്കാമെന്ന് വിചാരിച്ചു. എല്ലും നുറുക്കിയാൽ പെട്ടെന്ന് തന്നെ എല്ലും കപ്പയാക്കാം. ബീഫ് നമുക്ക് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ച് അമ്മ ബീഫ് പെട്ടെന്ന് കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ട്. എല്ല് വെട്ടാനായിട്ട് ഒരു മരത്തടിയിൽ കൂടൊക്കെ വിരിച്ച് അമ്മ വാക്കത്തി എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ല് വെട്ടുന്നുണ്ട് കേട്ടോ. എല്ല് വെട്ടൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ചെറുതാക്കി ഇട്ടാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് കഴിക്കുമ്പോഴായാലും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നത് ചെറുതാക്കി ഇട്ടലാണ്. അതുകൊണ്ട് അമ്മ അതിനെ ചെറുതാക്കി വെട്ടുന്നേ കാണുന്നത്. പ്ലാസ്റ്റിക് കൂടായതുകൊണ്ട് തന്നെ തെന്നി പോകുന്നുണ്ട് താഴോട്ട്. എന്നാലും അമ്മ കഷ്ടപ്പെട്ട് അതിനെ ചെറുതാക്കി വെട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലെല്ലാം മുറിച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ കൊത്തി എരിഞ്ഞ കപ്പ അടുപ്പത്ത് വെക്കണമായിരുന്നു. അതിനായിട്ട് നമ്മൾ കപ്പ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു നെകക്ക വെള്ളവും വെച്ച് അടുപ്പത്ത് വെച്ചു, ഗ്യാസിൽ വെച്ച് മൂടി വെച്ചു. കപ്പ നല്ല വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിന്നിരിക്കുന്ന കപ്പ എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് എല്ലിൻ്റെ പരിപാടി നോക്കാം. അതിനായിട്ട് നമുക്ക് എല്ല് വേവിക്കാൻ വെക്കാം. കുക്കറിലോട്ട് എടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പച്ചമുളക് അരിയാൻ മറന്നു പോയത് കാരണം അമ്മ അതിൻ്റെ ഇടയ്ക്ക് കുക്കറിലോട്ട് തന്നെ പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടികൾ ഇടുകയാണ്. പൊടികൾ പച്ചയ്ക്ക് തന്നെ ഇട്ടിടുന്നത്. ചെറുതായിട്ട് ചൂടാക്കിയിടേണ്ടവർക്ക് ചെറുതായിട്ട് ചൂടാക്കിയിടാം, പച്ചക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മീറ്റ് മസാല കേട്ടോ, മീറ്റ് മസാല ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുത്തു. കുരുമുളക് പൊടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. കുരുമുളക് ലാസ്റ്റ് നമുക്ക് എരിവില്ല എങ്കിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. എങ്കിലേ എല്ലിലൊക്കെ ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് അമ്മ അത് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും കുഞ്ഞുള്ളി ഒക്കെ മസാല എല്ലാം കൂടി പിടിക്കണമെങ്കിൽ നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. അതിനുശേഷം അത് അടുപ്പത്ത് വെച്ച് വെള്ളം അതിൽ തന്നെ ഉണ്ടാവും, എന്നാലും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. വറുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിൽ നമുക്ക് വീണ്ടും പൊടികൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊരു ബ്രൗൺ കളറായി വന്നപ്പോൾ എടുത്തു വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. മസാലപ്പൊടി ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ മസാലപ്പൊടി ചേർക്കാം. നമ്മൾ ഓൾറെഡി എല്ല് വേവാൻ വെച്ചതിലും മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാന്നുള്ളവർക്ക് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ എല്ല് നല്ല വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റുന്ന ഒരു വലിയ പാത്രത്തിലോട്ട് എല്ലിട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസിൽ തന്നെ അപ്പച്ചമ്പിലാണ് കേട്ടോ എല്ലിട്ട് വെച്ചേക്കുന്നത്. ഗ്യാസ് ഓണ് തന്നെയാണ്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ വെന്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴും തീയിൽ തന്നെ, ചെറു തീയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. കാരണം ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് വരണം.
ഇപ്പോൾ മൊത്തം കപ്പയിട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കപ്പയും എല്ലും കൂടി ഇട്ട് ഇളക്കി അതൊന്ന് സെറ്റാവാൻ വേണ്ടി അടുപ്പിൽ തന്നെ വെച്ചു, തീയിൽ തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂട്ടാണ്ട് അരച്ചെടുക്കണം. നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും അതിൽ എണ്ണ ഇങ്ങനെ തിരിഞ്ഞ് തന്നെ വരും. വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ എണ്ണ പൊന്തി വന്നത്? വെള്ളം കൂട്ടാണ്ട് നമ്മൾ അരച്ചെടുത്തതാണ്. എണ്ണ ഇങ്ങനെ പൊന്തി പൊന്തി വരും നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ. അത് കൊണ്ടുപോയിട്ട് നമ്മുടെ അടുപ്പത്ത് വെച്ചേക്കുന്ന എല്ലും കപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം അടുപ്പിൽ വെച്ച് വെള്ളമൊക്കെ പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു ലൂസായിട്ട് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നന്നായിട്ട് കപ്പയെല്ലാം ഉടച്ചങ്ങെടുക്കുക. ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ കുരുക്കുരി തിന്നാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഉടച്ചെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഈ ഒരു രൂപത്തിൽ കിട്ടും. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറിലാണ് കിട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ആ പ്ലേറ്റിൽ നമ്മുടെ ചൂട് കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയും വിളമ്പി. അതിൻ്റെ കൂടെ അച്ചാറും ചള്ളാസും ചമ്മന്തി നല്ലതാട്ടോ. അപ്പോൾ ഇവിടെ അച്ചാറും ചള്ളാസും ഒന്നും എടുത്തിട്ടില്ല. അച്ചാറുണ്ടായിരുന്നു, ബീട്രൂട്ട് അച്ചാർ. ചള്ളാസ് ഉണ്ടായിട്ടില്ല. അച്ചാറും ചള്ളാസും കൂടെ ഒരു കട്ടനും കൂടി കൂട്ടി തിന്നാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. ആക്രാന്തം കാരണം തൊടാൻ പോയി കഴിഞ്ഞാൽ നാവും വായും കയ്യും പൊള്ളും. നല്ല സൂപ്പർ ടേസ്റ്റി കപ്പ ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.